ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന 250 ദിവസത്തിനിടെ 3300-ലേറെ തവണ ഇസ്രായേൽ കരാർ ലംഘിച്ചതായി പലസ്തീൻ. രാജ്യാന്തര മധ്യസ്ഥർക്ക് പലസ്തീൻ ഔദ്യോഗികമായി കൈമാറിയ രേഖകളിലാണ് ഈ വിവരമുള്ളത്. പ്രമുഖ മാധ്യമമായ ഡ്രോപ്പ് സൈറ്റ് ന്യൂസും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. 2025 ഒക്ടോബർ 10 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 1005 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 3157 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ 238 കുട്ടികളും 111 സ്ത്രീകളും 30 വയോധികരും ഉൾപ്പെടുന്നു. പരിക്കേറ്റവരിൽ 1570 പേരും സ്ത്രീകളും കുട്ടികളുമാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച മാത്രം 13 തവണ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചതായും ഇതിൽ 2 പേർ കൊല്ലപ്പെടുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നേരിട്ടുള്ള വെടിവെപ്പ്, വ്യോമാക്രമണങ്ങൾ, ഷെല്ലാക്രമണങ്ങൾ, സൈനിക അധിനിവേശം, വീടുകൾ തകർക്കൽ, സാധാരണക്കാരെ തടവിലാക്കൽ എന്നിവ വെടിനിർത്തൽ കരാറിന് ശേഷവും ഇസ്രായേൽ തുടരുകയാണ്. കരാർ പ്രകാരം പിന്മാറേണ്ട അതിർത്തി രേഖകൾ ലംഘിച്ച് 34 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഇസ്രായേൽ സൈന്യം ഇപ്പോഴും കൈയടക്കി വെച്ചിരിക്കുകയാണ്. മേഖലയിലെ വൈദ്യുതി, കുടിവെള്ളം, മലിനജല പൈപ്പുകൾ എന്നിവയുടെ നിർമ്മാണവും പുനരുദ്ധാരണവും ഇസ്രായേൽ തടയുകയാണെന്നും പലസ്തീൻ ആരോപിക്കുന്നു. ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ ഇസ്രായേൽ ബോധപൂർവം തടയുകയാണെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. കരാർ പ്രകാരം പ്രതിദിനം 50 ഇന്ധന ട്രക്കുകൾ ഉൾപ്പെടെ 600 സഹായ ട്രക്കുകൾ ഗാസയിൽ പ്രവേശിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിന്റെ 36% മാത്രമാണ് നിലവിൽ കടത്തിവിടുന്നത്. ഇന്ധന ലഭ്യത വെറും 14.7% മാത്രമാണ്. ഗാസയിലെ 77% ജനങ്ങളും കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുകയാണെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ കണക്കുകൾ ഉദ്ധരിച്ച് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ലക്ഷത്തോളം കുട്ടികളും 37,000 ഗർഭിണികളും കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുന്നുണ്ട്. റഫ അതിർത്തി വഴിയുള്ള യാത്രയ്ക്കും ഇസ്രായേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കരാർ പ്രകാരമുള്ള വ്യവസ്ഥകൾ ഇസ്രായേൽ നിരന്തരം ലംഘിക്കുകയാണ്. മേഖലയിൽ നിന്ന് സൈന്യം വിട്ടുപോകാത്തതും മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിലെ നിയന്ത്രണവും ഗാസയിലെ ജനജീവിതം ദുസ്സഹമാക്കുന്നതാണ്. കരാറിലെ 2ാം ഘട്ടം നടപ്പിലാക്കാൻ ഇരുപക്ഷവും പരാജയപ്പെട്ടതാണ് സ്ഥിതി കൂടുതൽ വഷളാക്കിയത്. കരാർ പ്രകാരം ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറേണ്ടതായിരുന്നുവെങ്കിലും ഇപ്പോൾ ഗാസയുടെ 64% പ്രദേശവും ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെയാണ്. ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറാത്ത പക്ഷം ആയുധങ്ങൾ അടിയറവ് വെക്കില്ലെന്ന് ഹമാസ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. കരാറിന്റെ 1ാം ഘട്ടത്തിലെ ബാധ്യതകളുടെ 30% പോലും നടപ്പാക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ലെന്നും മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിലും അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിലും ഇസ്രായേൽ പരാജയപ്പെട്ടുവെന്നും ഹമാസ് പറഞ്ഞു. കരാർ പ്രകാരം പ്രതിദിനം 600 സഹായ ട്രക്കുകൾ പ്രവേശിപ്പിക്കേണ്ട സ്ഥാനത്ത് 150-നും 250-നും ഇടയിൽ ട്രക്കുകൾ മാത്രമാണ് നിലവിൽ ഗാസയിലേക്ക് കടത്തിവിടുന്നത്. കിഴക്കൻ ഗാസ സിറ്റിയിൽ പുതിയതായി സ്ഥാപിച്ച സിമന്റ് ബ്ലോക്കുകൾ ഇസ്രായേലിന്റെ നിയന്ത്രണ മേഖല കൂടുതൽ വികസിക്കുന്നതിന്റെ ഭീതി ഉണർത്തുന്നുണ്ട്. ഇതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങൾ വീണ്ടും പലായനം ചെയ്യാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ആരോഗ്യ മേഖലയുടെ അവസ്ഥയും അതീവ ഗുരുതരമാണ്. ഗാസയിലെ 37 ആശുപത്രികളിൽ ഒന്നുപോലും പൂർണ്ണമായി പ്രവർത്തനക്ഷമമല്ല. വെറും 20 ആശുപത്രികൾ മാത്രമാണ് ഭാഗികമായി സേവനം നൽകുന്നത്. ആവശ്യത്തിന് മരുന്നുകളോ ചികിത്സാ സൗകര്യങ്ങളോ ഇല്ലാതെ ജനങ്ങൾ ദുരിതക്കയത്തിലാണ്. ലോക നേതാക്കൾ കരാറുകളെ കുറിച്ച് വാചാലരാകുമ്പോഴും ഗാസയിലെ സാധാരണക്കാരുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കപ്പെടുന്നില്ലെന്ന് മെഡിക്കൽ എയ്ഡ് ഫോർ പാലസ്തീൻസിലെ ഗാസ ഡയറക്ടർ ഫിക്കർ ഷാലൂട്ട് ആരോപിച്ചു. ഗാസയിലേക്കുള്ള മാനുഷിക സഹായം തടയുന്നതും കുഞ്ഞുങ്ങൾക്ക് നേരെയും ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ആഗോളതലത്തിൽ കടുത്ത വിമർശനമുയർത്തുന്നുണ്ട്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും ഇസ്രായേൽ സൈനിക നടപടികൾ തുടരുമ്പോൾ സമാധാന കരാറുകൾ പലസ്തീനികളുടെ കണ്ണീരൊപ്പാൻ അപര്യാപ്തമാണെന്ന തിരിച്ചറിവാണ് ലോകമെമ്പാടും ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.